ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഴുത്തുകാരും വരികളും എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. എന്താണ് എഴുത്തുകാരും വരികളും? അതായത് ഞാൻ കുറച്ച് പ്രശസ്തമായ ആൾക്കാരെഴുതിയ പദ്യത്തിൻ്റെയോ കൃതിയുടെയോ ഒക്കെ വരികൾ പറയും. അത് ആരെഴുതിയതാണെന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ ഒരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളും അതെഴുതിയ എഴുത്തുകാരും ഏത് കൃതിയിൽ നിന്നുള്ളതുമാണെന്നാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം PSC പരീക്ഷകളിൽ മലയാളം അല്ലെങ്കിൽ സാഹിത്യ വിഭാഗത്തിൽ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത്, നീ എൻ്റെ രസനയിൽ വയമ്പും നറുതേനുമായി വന്നൊരാദ്യാനുഭൂതി. ഒന്നുകൂടെ വായിക്കാം. നീ എൻ്റെ രസനയിൽ വയമ്പും നറുതേനുമായി വന്നൊരാദ്യാനുഭൂതി. ഇത് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയാണ്. ആരെഴുതിയതാണ്? ONV കുറുപ്പ് എഴുതിയതാണ്. ആരെഴുതിയതാണ്? ONV കുറുപ്പ് എഴുതിയതാണ്. ഇനി രണ്ടാമത്തത്, അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത്. ഇതും ONVയുടെ വരികളാണ്. അമ്പിളി ചിരിക്കും മാനത്ത് തുമ്പ ചിരിക്കും താഴത്ത്, ONV. ഇനി മൂന്നാമത്തത് എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത് ആരെഴുതിയതാണെന്ന് ചിലപ്പം എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നെങ്കിലേ ഉള്ളൂ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. അത് കേരളീയം എന്നതിൽ നിന്ന് വള്ളത്തോൾ എഴുതിയതാണ്. കേരളീയം, വള്ളത്തോൾ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. കേരളീയം, വള്ളത്തോള്. അപ്പം നമ്മൾ 3 പറഞ്ഞു. ആദ്യത്തെ 2 ONVയുടെ ആയിരുന്നു. ഇപ്പൊ പറഞ്ഞത് ആരുടെയാണ്? വള്ളത്തോളിന്റെയാണ്. ഇനി നാലാമതായിട്ട്, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം. അപ്പം ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, അത്ര ഓർത്താൽ മതി. ദൈവമേ കാത്തുകൊള്ളുകങ്ങെന്ന് തുടങ്ങുന്ന ആ വരികൾ ആരെഴുതിയതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിൽ നിന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിൽ നിന്നുള്ളതാണ്. എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? ദൈവമേ കാത്തുകൊള്ളുകങ്ങ് നീ. അങ്ങനെ തുടങ്ങുന്ന ആ വരികള് ദൈവദശകം, ശ്രീനാരായണ ഗുരു. അടുത്തത് 5-മത്തെ, കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. അതെ, അത് ചങ്ങമ്പുഴ എഴുതിയതാണ്. ഏതാണ് കൃതി? ഇരുളിൽ. ഇരുളിൽ എന്നതിൽ നിന്ന് ചങ്ങമ്പുഴ എഴുതിയതാണ്. എന്താ അർത്ഥവത്തായ വരികളാണല്ലേ. കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. ഇന്നത്തെ കാലത്ത് കപട ഹൃദയം ഉള്ളവരേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവരിൽ ഒരാത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായത് ആർക്കാണോ അവർക്കാണ് ആ പരാജയം എന്ന് ആര് പറഞ്ഞു? ചങ്ങമ്പുഴ തൻ്റെ ഇരുളിൽ എന്ന കവിതയിലൂടെ ലോകത്തോട് പറയുകയാണ്, ജനതയോട് പറയുകയാണ്. ഇനി 6-മത്തേത്, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃത. ജനിക്കുന്ന നേരത്ത് ആരുമായിട്ടല്ല വരുന്നത്, പിന്നെ പോകുന്ന നേരത്തും ആരുമായിട്ടല്ല പോകുന്നത്, പിന്നെ ഇടയ്ക്കുള്ള ഈ കാലത്ത് മാത്രം എന്തിനാണ് ഇത്ര മത്സരമെന്ന് ചോദിക്കുകയാണ് കവി. അപ്പം അത് ഏത് കവിയാണ്? പൂന്താനം. ജ്ഞാനപ്പാനയിൽ നിന്ന് പൂന്താനം പറഞ്ഞ വരികളാണ് ഇത്. ഇനി, ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിടും. എന്താണ്? ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ വാങ്ങിടും. അത് ചങ്ങമ്പുഴയുടെ തപ്തപ്രതിജ്ഞ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, വരികളാണ്. ചങ്ങമ്പുഴയുടെ തപ്തപ്രതിജ്ഞ. അപ്പോൾ അത് വളരെ ഇതായിട്ടുള്ളൊരു വരികളാണ്. അതായത് ഇപ്പം നമ്മുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു എക്സാം അല്ലെങ്കിൽ PSCയോ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാനിരിക്കുന്നവർക്ക് ഒരു ഉത്തേജനമായിട്ടുള്ള വരികളാണ്. എന്താ? ജീവിതം നമുക്കത് നൽകാൻ മടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് ജീവിതത്തോട് തന്നെ ജീവിച്ച് വാങ്ങിക്കണമെന്നാണ് കവി പറയുന്നത്.
അടുത്തത് 8ാമത്തത്, വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം ആശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണുകിൽ കൊതിയാമാർക്കും. എന്താണ്? വിശപ്പിന് വിഭവങ്ങൾ വിശപ്പിന് വിഭവങ്ങൾ വെറുപ്പോളം ആശിച്ചാലും വിശിഷ്ട ഭോജ്യങ്ങൾ കാണുകിൽ എന്താണ്? കൊതിയോടെ നമ്മൾ അത് കാണുമെന്നാണ് പറയുന്നത്. അത് കുമാരനാശാന്റെ കരുണ എന്ന കവിതയിൽ നിന്ന് കരുണ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അടുത്തത് 9ാമത്തെയാണ്. വാകുരുവി വരുകുരുവി എന്ന പദ്യം രചിച്ചതാര്? വാകുരുവി വരുകുരുവി അതാരാണ്? ഓർത്തു വെക്കുക, ജി ശങ്കരക്കുറുപ്പ്. ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടി കേരളീയൻ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അപ്പം വാകുരുവി വരുകുരുവി എന്ന പദ്യം എഴുതിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായിപ്പോയി. അതായത് അറിഞ്ഞതിൽ പാതി പറയാതെ പോയി. കുറെ വായിച്ചറിഞ്ഞിരുന്നു, ആ അറിഞ്ഞതില് പാതിയും പറയാതെ പോയി. ഇനി പറഞ്ഞതോ അതിനകത്തൊന്നും വലിയ കാര്യമില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പറഞ്ഞതിൽ പാതി പതിരായി പോയി. ഇതാരെഴുതിയതാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അങ്ങനെ 10 വരികളും 10 വരികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാൻസയും അതിന്റെ എഴുത്തുകാരും നമ്മൾ പഠിച്ചു. ഇത് എന്താണ്? ONVയുടെയും വള്ളത്തോളിന്റെ ഒക്കെ ചോദിക്കുന്നതാണ്. വാകുരുവി വരുകുരുവി PSC ചോദിച്ചിട്ടുള്ള PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവിടെ നമ്മൾ പഠിച്ച ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് തുടങ്ങുന്നത് വള്ളത്തോളിന്റെ കേരളീയം എന്നൊക്കെ അത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 1, 2, 3 ഇതിനകത്ത് ചോദിച്ചതും പിന്നെ വരാൻ സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ് പറഞ്ഞത്. അപ്പോഴ് ഇന്ന് ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് വീതം മാത്രമേ എല്ലാ ക്ലാസ്സുകളിലും ഇടുന്നുള്ളൂ. അതുകൊണ്ട് ഇടുന്ന ക്ലാസ്സുകൾ നന്നായി പഠിച്ചു പോവുക, എക്സ്ട്രാ റെഫർ ചെയ്യുക. പിന്നെ കമ്പനി ബോർഡ് LGS ഒക്കെ വരാനായിട്ട് അടുത്തടുത്ത് വരികയാണ് എക്സാം. മാർച്ചിന്റെ കലണ്ടർ പുറത്തുവിട്ടു, പരീക്ഷാ കലണ്ടർ പുറത്തുവിട്ടായിരുന്നു PSC. അതിനകത്ത് കമ്പനി ബോർഡ് LGSന്റെ എക്സാം പറയുന്നില്ല. അന്നേരം ഏപ്രിലോടെങ്കിലും നമുക്ക് ഈ പരീക്ഷ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും പഠിക്കാം, ജോലി നേടാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.